നാളുകൾക്ക് ശേഷം വരരുചി തൻ്റെ ഭാര്യയുടെ നെറ്റിയിൽ ഒരു മുറിപ്പാട് കാണാനിടയാവുകയും അതിൻ്റെ പിന്നിലെ കഥയെപ്പറ്റി ചോദിച്ച വരരുചിക്ക് ആ യുവതി ബ്രാഹ്മണൻ്റെ സ്വന്തം പുത്രിയല്ലെന്നും അവളെ അദ്ദേഹത്തിന് നദിയിൽ നിന്ന് കിട്ടിയതാണെന്നും എടുത്തു വളർത്തിയതാണെന്നും മനസ്സിലായി. അപ്പോൾ വരരുചി പഴയ കഥകൾ ഓർക്കുകയും വനദേവതമാരുടെ പ്രവചനം സത്യമായി എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി പത്നിയോടൊത്ത് തീർത്ഥയാത്രയ്ക്ക് പോകാൻ വരരുചി തീരുമാനിച്ചു. ഈ യാത്രക്കിടയിൽ വരരുചിയുടെ ഭാര്യ ഗർഭിണിയാവുകയും പ്രസവിക്കുകയും ചെയ്തു. വരരുചി കുട്ടിക്ക് വായ ഉണ്ടോ എന്ന് ചോദിക്കുകയും ഭാര്യ ഉണ്ട് എന്ന് പറയുകയും ചെയ്തു. വായ കീറിയ ഈശ്വരൻ വായ്ക്ക് ഇരയും കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വരരുചി കുട്ടിയെ അവിടെ തന്നെ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. യാത്രയിൽ വീണ്ടും കുട്ടികൾ ജനിച്ചു. ഇതേ പ്രവൃത്തി അവരുടെ 11ാമത്തെ കുട്ടിയുടെ കാര്യത്തിൽ വരെ ആവർത്തിച്ചു. പഞ്ചമി 12ാമത്തെ കുഞ്ഞിനും ജന്മം നൽകിയ സമയത്ത് വരരുചി തൻ്റെ ചോദ്യം ആവർത്തിച്ചു. കുഞ്ഞിന് വായുണ്ടോ? 11 മക്കളെയും പെരുവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ആ മാതാവിൻ്റെ ഹൃദയം തേങ്ങി. ഈ കുഞ്ഞിനെയെങ്കിലും വളർത്തണമെന്ന ആഗ്രഹം. പഞ്ചമി ഒരു കള്ളം പറഞ്ഞു. ഇല്ല, കുഞ്ഞിന് വായില്ല. എങ്കിൽ കുഞ്ഞിനെ എടുത്തോളൂ. ഭർത്താവിൻ്റെ അനുമതി ലഭിച്ച മാത്രയിൽ പഞ്ചമി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവൾ ആ കുഞ്ഞിനെ കൈകളിൽ വാരിയെടുത്ത് അതിൻ്റെ ഓമന മുഖത്തേക്ക് വാത്സല്യത്തോടെ നോക്കി. ഒരു നിമിഷം അവൾ അന്ധാളിച്ചു. ആ കുഞ്ഞിന് വായുണ്ടായിരുന്നില്ല, കൂടാതെ ജീവനും. താൻ പറഞ്ഞ നുണ യാഥാർത്ഥ്യമായത് കണ്ട് ഹൃദയം തകർന്ന് അവൾ അലമുറയിട്ട് കരഞ്ഞു. പഞ്ചമിയെ സമാധാനിപ്പിച്ചുകൊണ്ട് വരരുചി ഇങ്ങനെ പറഞ്ഞു. നോക്കൂ പഞ്ചമി, നമ്മുടെ ഈ ഓമനപുത്രൻ അമാനുഷിക ശക്തിയും ചൈതന്യമുള്ളവനുമാണ്. അതുകൊണ്ട് നമുക്കിവനെ ഇവിടെ പ്രതിഷ്ഠിക്കാം. വായില്ല കുന്നിലപ്പൻ എന്ന പേരിൽ ഇവൻ പ്രസിദ്ധനാകും. ഭർതൃവചനങ്ങൾ വേദവാക്യമാക്കിയ ഉത്തമയായ പഞ്ചമി മറുത്തെന്തു പറയാൻ? അങ്ങനെ വായില്ല കുന്നിലപ്പൻ പ്രതിഷ്ഠിക്കപ്പെട്ടു. പറയിപെറ്റ പന്തിരുകുലത്തിൻ്റെ കഥ ഇവിടെ ആരംഭിക്കുകയായി. വായില്ല കുന്നിലപ്പനൊഴികെ ഭർതൃകൽപ്പനയനുസരിച്ച് പഞ്ചമി ഉപേക്ഷിച്ച 11 കുഞ്ഞുങ്ങളെയും 11 പേർ എടുത്തു വളർത്തി. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, വെളുത്തേടൻ, ആശാരി, പാണൻ തുടങ്ങി നാനാജാതി മതസ്ഥരാണ് ഓരോ കുഞ്ഞിനെയും എടുത്തു വളർത്തിയത്. 11 കൈകളിൽ 11 സ്ഥലങ്ങളിലായി പല ജാതിക്കാരായാണ് വളർന്നതെങ്കിലും ശൈശവം പിന്നിട്ടപ്പോൾ ആ 11 പേരും തങ്ങൾ ഒരേ അച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണെന്ന് മനസ്സിലാക്കി പരസ്പരം സ്നേഹത്തോടെ വർത്തിക്കാൻ തുടങ്ങി. ഓം തത്സത്.